മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ കേന്ദ്ര നടപടികളുടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ സാഹചര്യത്തിൽ ബുദ്ധിപൂർവമായ നിശബ്ദത പാലിക്കുകയാണ് എം.വി. ഗോവിന്ദൻ. മുഖ്യനും ഗോവിന്ദനും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മകൾ ഈ അടുത്ത കാലത്തായി പുറത്തുവരുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് സ്പഷ്ടമാണ്. എല്ലാം കൊണ്ടും കേരളത്തിലെ CPM നാശത്തിന്റെ വക്കിലാണിപ്പോൾ. ഇതിനിടയിലാണ് ആലപ്പുഴ പാർട്ടി സമ്മേളനത്തിൽ നിന്നും എം.വി. ഗോവിന്ദൻ തഴയപ്പെട്ടത്. ആലപ്പുഴയിലെ വിഭാഗീയതയിൽ താൻ കളത്തിന് പുറത്താകുമെന്ന ഭയം മൂലം ഗോവിന്ദനെ പുറത്താക്കിക്കൊണ്ട് തന്റെ ഭാഗം സേഫാക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. എന്നാൽ ഈ സമ്മേളനം ബഹിഷ്കരിക്കുക വഴി പിണറായിയെ താൻ ഭയക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഗോവിന്ദൻ തിരികെ നൽകിയിരിക്കുന്നത്. എന്തായാലും പിണറായിയും ഗോവിന്ദനും തമ്മിൽ അടി തുടങ്ങി എന്നതിന്റെ സൂചന തന്നെയാണ് ഈ സംഭവങ്ങൾ. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ ന്യായീകരിച്ച് മെഴുകി കൂടെ നിന്ന ഗോവിന്ദനോട് യാതൊരു വിധത്തിലുള്ള ദയയും കാണിക്കാതെയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയത്തിൽ പോലും ഗോവിന്ദൻ പെട്ട പെടാപ്പാട് നമ്മൾ കണ്ടതാണ്. എന്നാലും ആലപ്പുഴയിലെ വിഭാഗീയതയെ തുറന്നു കാട്ടുന്നത് തന്നെയായിരുന്നു ഈ കാഴ്ച. ജി സുധാകരൻ ആലപ്പുഴയിലെ ക്ഷണം നിരസിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പുത്രിക്കെതിരായ മാസപ്പടി കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് പിണറായി വിജയന് ഗോവിന്ദന്റെ പിന്തുണ കൂടി നഷ്ടമാകാൻ പോകുന്നത്. പിണറായി വിജയന്റെ അപ്രമാദിത്യത്തിൽ പ്രതിഷേധിച്ച് എം.വി. ഗോവിന്ദൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ബഹിഷ്കരിച്ചു എന്നാണ് ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സെമിനാറിൽ മാത്രം പങ്കെടുത്ത ഗോവിന്ദൻ ജില്ല വിടുകയായിരുന്നു. പിണറായി വിജയൻ സത്യത്തിൽ മുങ്ങിക്കുളിച്ച 3 ദിവസത്തെ ജില്ലാ സമ്മേളനത്തിൽ ഗോവിന്ദൻ വെറും കാഴ്ചക്കാരനായി മാറി. സംഘാടനത്തിന്റെ നിയന്ത്രണം മുഴുവനായും പിണറായി വിജയൻ കൈയടക്കി. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സർവം പിണറായി മയമായി എന്നാണ് പ്രധാന വിമർശനം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന് സമ്മേളനത്തിൽ കാര്യമായ റോളില്ലാതെ വന്നതിൽ ഒരു വിഭാഗം പ്രതിനിധികൾ അമർഷത്തിലാണ്. പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തതും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞതും പിണറായി വിജയൻ തന്നെയാണ്. 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും മുഴുവൻ സമയവും പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 2 മണിക്കൂറോളം നേരം പ്രസംഗിച്ച പിണറായി വിജയൻ അതിനുശേഷം അരമണിക്കൂർ പ്രതിനിധികളോട് മാത്രമായും സംസാരിച്ചു. ഇതാണ് ചർച്ചയിൽ കാര്യമായ വിമർശനത്തിന് കാരണമാകാത്തതിന് കാരണമായി പറയപ്പെടുന്നത്. ചർച്ചയുടെ രീതി എങ്ങനെയായിരിക്കണമെന്ന സന്ദേശവും ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ സമ്പൂർണമായി ഇടപെട്ടതും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. ചർച്ചയ്ക്ക് പിണറായി വിജയൻ മറുപടി പറഞ്ഞതും 2 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ട്. മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടറിയും മാത്രമാണ് മറുപടി പറഞ്ഞത്. പാർട്ടിയെ സംബന്ധിച്ച കാര്യങ്ങൾക്കും മറുപടി നൽകാൻ എം.വി. ഗോവിന്ദന് അവസരം കിട്ടിയില്ല. സമാപന പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ തന്നെയാണ്. സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം എം.വി. ഗോവിന്ദൻ നടത്തുമെന്ന നോട്ടീസിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അതിനും എത്തിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീർന്നയുടൻ തന്നെ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും മടങ്ങി. സംസ്ഥാന സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കി എന്നതാണ് പ്രധാന വിമർശനം. എം.വി. ഗോവിന്ദനെ അവഗണിച്ചതിൽ പ്രതിനിധികൾക്കിടയിലും അമർഷമുണ്ട്. അവരത് പരസ്പരം പങ്കുവെക്കുകയും ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഒരു സെമിനാറിൽ മാത്രമാണ് എം.വി. ഗോവിന്ദൻ പ്രസംഗിച്ചത്. സംസ്ഥാന സെക്രട്ടറിയെ അവഗണിച്ചുവെന്ന ആക്ഷേപം ശരിയല്ല എന്നും പാർട്ടിയുടെ കൂട്ടായ നേതൃത്വമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് എന്നുമാണ് ഔദ്യോഗികമായ വിശദീകരണം. രാജ്യത്തെ ഏറ്റവും കരുത്തനായ CPM നേതാവാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഇതോടുകൂടി മനസ്സിലായിരിക്കുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ആരും തന്നെ ആ പാർട്ടിയിൽ ഇപ്പോഴില്ലാത്ത അവസ്ഥയാണ്. താൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ പാർട്ടിയെയും സർക്കാരിനെയും കൊണ്ടുപോകുകയാണ് പിണറായി ഇപ്പോൾ. പാർട്ടി സെക്രട്ടറിയെയും അപ്രസക്തനാക്കുന്ന ഇടപെടലുകളാണ് CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയത്. എം.വി. ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറിയെങ്കിലും താൻ പറയുന്നതിനപ്പുറം ഒന്നും പോകില്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു പിണറായി ഇതിലൂടെ. മുഖ്യമന്ത്രി പൂർണ്ണമായും കളം നിറഞ്ഞ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ എത്തിയത് പോലുമില്ല. സമ്മേളനത്തിൽ സമ്പൂർണ്ണമായി ഇടപെട്ടത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ മാത്രമാണ്. പിണറായി വിജയനും ജില്ലാ സെക്രട്ടറിയും മാത്രമാണ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത്. പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തതും പിണറായി വിജയൻ തന്നെയാണ്. ആലപ്പുഴയിൽ തനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിണറായി വിജയന്റെ ഇടപെടൽ.
അതേസമയം സംസ്ഥാന സെക്രട്ടറിയെ അവഗണിച്ചതിൽ പ്രതിനിധികൾക്കിടയിൽ അമർഷമുയർന്നു. സംസ്ഥാന സെക്രട്ടറി നോക്കുകുത്തിയാക്കി എന്നതായിരുന്നു വിമർശനം. ഈ വിമർശനത്തിന് കൂടുതൽ കരുത്തേകുന്നതാണ് ആലപ്പുഴ സമ്മേളനം. വിഭാഗീയതകൾ ശക്തമായ ജില്ലയിൽ പാർട്ടി കൂടുതൽ അച്ചടക്കത്തോടെ പോകണമെന്നാണ് പിണറായി വിജയന്റെ നിലപാട്. അതുകൊണ്ട് കൂടിയാണ് പിണറായി വിജയൻ കളം നിറഞ്ഞ് കളിച്ചത്. അത്രയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ മാത്രമാണ് MV ഗോവിന്ദൻ പ്രസംഗിച്ചത്. പ്രമുഖ CPM നേതാവായ G സുധാകരന്റെ അഭാവവും ചർച്ചയായിരുന്നു. സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നാണ് G സുധാകരന്റെ വിശദീകരണം. നേരത്തെ ഏരിയ സമ്മേളനങ്ങളിലും അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നില്ല. G സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യത്തെ ജില്ലാ സമ്മേളനം കൂടിയാണ് ഇത്.